ഹായ് ഓൾ. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പറയുന്നത് ഡൈനാമിക് റൗട്ട്സ് അല്ലെങ്കിൽ റൗട്ട് വിത്ത് റൗട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വറി പാരാമീറ്റേഴ്സ് ഉണ്ട്, അത് വേറെയാണ്. റൗട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് പാരാമെട്രൈസ്ഡ് റൗട്ട്സിനാണ്. അതായത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് സിനാരിയോ ഞാൻ പറയാം. നമ്മളിപ്പം ഫേസ്ബുക്കിലോട്ട് ലോഗിൻ ചെയ്യുമ്പം ഓരോ യൂസേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ലോഗിൻ ചെയ്യുമ്പം എൻ്റെ ഡാഷ്ബോർഡാണ് കാണിക്കേണ്ടത്, നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡാണ് കാണിക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം അറിഞ്ഞാൽ ആ ഡാഷ്ബോർഡ് കണ്ടന്റ് മാത്രമാണ് മാറുക, പക്ഷേ ആ മെയിൻ ആയിട്ട് വരുന്ന ആ ഒരു പേജിൻ്റെ സ്ട്രക്ചർ സെയിം ആയിരിക്കും. അപ്പോൾ ഏത് യൂസറാണ് ലോഡ് ചെയ്യുന്നത് അതനുസരിച്ച് ആ യൂസർ സ്പെസിഫിക് ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുക മാത്രമാണ് ആപ്പ് അവിടെ ചെയ്യുന്നത്. പക്ഷേ ഏത് യൂസറാണ് ലോഗ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് ആപ്പ് മനസ്സിലാക്കുന്നത്? ഒരു ID വെച്ചിട്ടായിരിക്കും. ആ IDക്കാണ് user/ID എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഈ ID user:\ID എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ കോളൻ കഴിഞ്ഞ് വരുന്ന പാരാമീറ്റർ അത് എന്താണോ അതെന്ന് പറയുന്നത് ഒരു അഡീഷണൽ വർക്ക്, ഡേറ്റ ഫെച്ച് ചെയ്യാനുള്ള അഡീഷണൽ വർക്ക് പെർഫോം ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റൗട്ട് പാരാമീറ്റർ ആണെന്ന് ആംഗുലറിന് മനസ്സിലാകും. ഒരു വാലിഡ് റൗട്ട് പാരാമീറ്റേഴ്സിന് 5 കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ ഓൺലി ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അണ്ടർസ്കോർ, ഹൈഫൺ. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ. ഒരു ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അതിനകത്ത് ലെറ്റേഴ്സ് കാണാം, നമ്പേഴ്സ് കാണാം, അണ്ടർസ്കോർ കാണാം, ഹൈഫൺ കാണാം. അതെല്ലാം ഓക്കെ ആണ്. ഇനി രണ്ടാമത്തെ ഒരു തിയറിയും കൂടെ പറയാം. മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമുക്കിപ്പോൾ ഒരു റൗട്ട് പാരാമീറ്റേഴ്സ് മാത്രമല്ല, മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഇതാണ് ഇതിന്റെ തിയറി പോർഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇംപ്ലിമെന്റേഷനിൽ കടക്കണമെങ്കിൽ app.route.ts പോയിട്ട് ഞാൻ തൽക്കാലത്തേക്ക് യൂസർ തന്നെ എടുക്കുകയാണ്. /:id എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് യൂസറിന്റെ പേജിൽ പോകണം, യൂസറിന്റെ കമ്പോണന്റ് പേജിൽ പോകണം. ഇവിടെ പോയി user.ts വന്നു. അതിനുശേഷം എനിക്കിനി ഈ പാരാമീറ്റർ എടുക്കണമല്ലോ, ID എടുക്കണമല്ലോ. ഈ ചുമ്മാ ID പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പോരാ, എനിക്ക് ഈ ID user.ts വന്ന് റീഡ് ചെയ്യണം. അതെങ്ങനെ റീഡ് ചെയ്യും? അതിന് നമുക്കുള്ള സംഭവമാണ് ആക്ടിവേറ്റഡ് റൗട്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ എഴുതാൻ പോകുന്നു പ്രൈവറ്റ് ആക്ടിവേറ്റഡ് റൗട്ട് ഈക്വൽ ടു ഇൻജെക്ട് ഓഫ്. സോ നേരത്തെ നമ്മൾ ഈ കൺസ്ട്രക്ടർ വെച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇൻജെക്ഷൻ. പക്ഷെ ഇപ്പൊ ആംഗുലർ 20-ലൊക്കെ ആക്ടിവേറ്റഡ് റൗട്ട് ഇങ്ങനെയാണ്, ഇൻജെക്ട് ഓഫ് ആക്ടിവേറ്റഡ് റൗട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഇൻജെക്ട് എന്ന് പറയുന്ന സാധനത്തിന് എന്ത് പറ്റും? ആംഗുലർ കോറിൽ നിന്ന് ഇൻജെക്ട് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കണം. ആക്ടിവേറ്റഡ് റൗട്ട്. ഇനി ആക്ടിവേറ്റഡ് റൗട്ടിന്റെ ഡെഫിനിഷനാണ് ഇവിടെ വന്നത്. പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദ എബൌട്ട് റൗട്ട്. ഒരു കമ്പോണന്റിനകത്ത് ലോഡ് ചെയ്യുന്ന റൗട്ടിന്റെ ഇൻഫർമേഷൻസ് ആയിരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റുക. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ആക്ടിവേറ്റഡ് റൗട്ടിനകത്ത്. വേണമെങ്കിൽ നമുക്കൊരു കൺസോൾ ലോഗ് ഇട്ട് ഞാനത് കാണിച്ചു തരാം. ഇപ്പം ഓൺ ഇറ്റ് അതിനുശേഷം console.log of activated route. അതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. user/100. ആക്ടിവേറ്റഡ് റൗട്ടിന്റെ ഡേറ്റ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. കമ്പോണന്റ് എന്ന് പറയുന്നത് ക്ലാസ് കാണിക്കുന്നുണ്ട്, ഒരു ഡേറ്റ വരുന്നുണ്ട്, ഫ്രാഗ്മെന്റ് വരുന്നുണ്ട്, ഔട്ട്ലെറ്റ് ഏതാണ്, ഇതൊക്കെ എന്താണ് ഔട്ട്ലെറ്റ്, പ്രൈമറി എന്ന് പറഞ്ഞാൽ ഏത് ഔട്ട്ലെറ്റ് ആണെന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യം, ഒന്ന് പാരംസ് ഉണ്ട്, പാരം സബ്ജക്റ്റ് ഉണ്ട്. പാരംസ് എടുക്കുമ്പോൾ അതൊരു ബിഹേവിയറൽ സബ്ജക്റ്റ് ആണ്. ഇൻ അതർ വേർഡ്സ് അതൊരു ഒബ്സർവബിൾ ആണ്. അതുകൂടാതെ ക്വറി പാരം മാപ്പ് ഉണ്ട്.
അങ്ങനെ ഒരു ഫ്രാഗ്മെന്റ്സ് ഉണ്ട്, ഫ്രാഗ്മെന്റ് സബ്ജക്റ്റ് ഉണ്ട്, ഡേറ്റ ഉണ്ട്, ഡേറ്റ സബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു പർട്ടിക്കുലർ URL-ലുമായിട്ട് അസോസിയേറ്റ് ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും എവിടെ വരുന്നുണ്ട്? ഇല്ല, നമ്മുടെ യോ ആക്ടിവേറ്റഡ് റൗട്ടിനകത്ത് വരുന്നുണ്ട്. ഇനി ആക്ടിവേറ്റഡ് റൗട്ടിൽ നിന്ന് നമുക്ക് ID കണ്ടുപിടിക്കണം. നമ്മളിവിടെ പാസ് ചെയ്യുന്ന ID/100 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമുക്കിവിടെ ഫർദർ പ്രോസസ്സിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കിട്ടണം. അതിന് രണ്ട് രീതിയിൽ നമുക്കത് എടുക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് this dot activated route dot params param മാപ്പ് ഉണ്ട്. ഞാൻ params dot subscribe of params, ഞാനൊരു കൺസോൾ ലോഗ് ഓഫ് പാരംസ് ഓഫ് ഐഡിയും കൺസോൾ ലോഗ് ഓഫ് പാരംസും ചെയ്യാം. എന്തിനാണ് ഞാൻ കൺസോൾ ലോഗ് ഓഫ് പാരംസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പാരംസിനകത്ത് എന്താണുള്ളത് എന്നുള്ളത്. ഇതെന്തോ എക്സ്ട്രാ ഒരു സാധനം വന്ന് കയറിയിരിക്കുന്നത്. കോപൈലറ്റിനെ കൊണ്ട് ഞാൻ തോറ്റു. അതിനുശേഷം ഇവിടെ വന്നു എക്സ്പെക്റ്റഡ്, ഇവിടെ എന്തോ ക്ലോസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ ബ്രേസസ് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. നോക്കിക്കേ, നമുക്ക് പാരംസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. പാരംസിനകത്ത് ഏതൊക്കെ ID ആണോ നമ്മൾ പാസ് ചെയ്യുന്നത് അതിനെ ID/100 എന്ന് പറഞ്ഞു കൊടുക്കും. ഇനി ഞാൻ 100/Facebook എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സോറി, ദാറ്റ് വിൽ ത്രൂ ആൻ എറർ ബിക്കോസ് ഞാൻ അവിടെ ഡിഫൈൻ ചെയ്തതിനടുത്ത് ഒരെണ്ണം മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ അതിലേക്ക് പിന്നെ വരാം. user/100 user works. അപ്പം പാരംസ് ഓഫ് ID എന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടെ 100 കിട്ടി. പാരംസിനകത്ത് ഒരു ഒബ്ജക്റ്റിന്റെ രൂപത്തിലായിരിക്കും നമ്മുടെ ഈ പാരംസ് മാപ്പ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് രണ്ട് പാരംസ് പാസ് ചെയ്യുന്ന സിനാരിയോട് നോക്കാം. അപ്പം ആക്ടിവേറ്റഡ് പാരംസ് ഡോട്ട് റൗട്ട് ആക്ടിവേറ്റഡ് റൗട്ട് ഡോട്ട് പാരംസ് ഓഫ് സബ്സ്ക്രൈബിനകത്താണ് നമുക്ക് വാല്യൂ വരുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാരംസ് റൗട്ടിൽ വന്നിട്ട് ഒരു ഐഡിയും കൂടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടെക്സ്റ്റിൽ കണ്ടതുപോലെ സോഷ്യൽ എന്ന് വന്നിട്ട് ഒരെണ്ണം കൂടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം /FB എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൺസോളോടെ പോയി. അപ്പം രണ്ട് പാരംസ് ആഡ് ചെയ്തു. ID:100 social:FB. അപ്പോൾ പാരംസ് ഓഫ് ID എടുത്തതുപോലെ തന്നെ എനിക്കിവിടെ വന്നിട്ട് എങ്ങനെയായിരിക്കും ഇതെടുക്കാൻ പറ്റുക? പാരംസ് ഓഫ് ID എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ID = 100 എന്ന വാല്യൂ കിട്ടി. പാരംസ് ഓഫ് സോഷ്യൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പം നമുക്ക് FB എന്ന് പറയുന്ന വാല്യൂം കിട്ടും. ഡേറ്റ പാസ് ചെയ്തത് എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി വേറൊരു ഇതിന് മെത്തേഡ് 2 ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഐറ്റംസ് ഓഫ് ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന ആക്ടിവേറ്റഡ് റൗട്ട് ഡോട്ട് പാരംസ് ഡോട്ട് സബ്സ്ക്രൈബ് ആണ്. ഇനിയും നമുക്ക് യു ഡോണ്ട് വാണ്ട് ആൻ ഒബ്സർവബിൾ ഹിയർ, ഒബ്സർവബിൾ ഇല്ലാതെ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ തൽക്കാലത്തേക്ക് ഇതൊന്ന് കമൻറ്റ് ചെയ്യാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റൗട്ടർ സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാരം മാപ്പ് റൗട്ട് ദോസ്റ്റ് സ്നാപ്ഷോട്ട് ഡോട്ട് പാരം മാപ്പ് ഡോട്ട് ഗെറ്റ് ഓഫ് ID ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. കൺസോൾ ലോഗ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. സ്നാപ്ഷോട്ട് എന്ന് ഉദ്ദേശിച്ചത് പാരം സ്നാപ്ഷോട്ട്. ഇതിന് ആക്ടിവേറ്റഡ് റൗട്ട് ഡോട്ട് സ്നാപ്ഷോട്ട് ഡോട്ട് പാരം മാപ്പ് ഡോട്ട് ഗെറ്റ് ഓഫ് ID. Again activated route dot snapshot dot param map dot get of social.
അതിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ആ സ്നാപ്ഷോട്ടിനകത്ത് എന്താ ഉള്ളതെന്ന് കൂടെ കാണിച്ചു തരാം. നമ്മുടെ വാല്യൂസ് രണ്ടും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പാരംസ് എന്ന് പറയുന്നത് പാരംസ് ഉണ്ട്, ക്വറി പാരംസ് ഉണ്ട്, റൗട്ടർ കോൺഫിഗ് ഉണ്ട്, URL സെഗ്മെന്റ്സ് ഉണ്ട്, അങ്ങനെ ഡേറ്റ ഉണ്ട്. അങ്ങനെ സ്നാപ്ഷോട്ടിനകത്ത് ഏകദേശം ഈ ഒരു ഡേറ്റയുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട. പക്ഷേ ഇതിനകത്ത് ഏതാണ് ബെറ്റർ ന്യൂസ് എന്നുള്ളത് നമ്മുടെ ഓൺ ഡിമാൻഡ് പോലെ ഇരിക്കും. ഈ റൗട്ടറിനകത്ത് ഓക്കെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം. ഇതിനകത്ത് 100 എന്നുള്ളത് ഞാനിപ്പം 101.fb എന്ന് കൊടുക്കുമ്പം രണ്ടിലും 101.fb, ഇത് സ്നാപ്ഷോട്ട് വെച്ചിട്ടാണത് 101.fb തന്നെയാണ് വന്നത്. ഇത് മാറ്റിയിട്ട് ഇൻസ്റ്റ കൊടുക്കാം. അപ്പോഴും രണ്ടിലും ഇൻസ്റ്റ തന്നെയാണ് വന്നത്. ഒബ്സർവേബിൾസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ റിലയബിൾ ആയിരിക്കും. എപ്പോഴൊക്കെ ചേഞ്ച് വന്നാലും അത് വരും ഡേറ്റ റിലോഡ് ചെയ്യുന്ന സമയത്ത്. സ്നാപ്ഷോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെതായ ചെറിയ ഡ്രോബാക്സ് ഉണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും പാരംസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. സ്നാപ്ഷോട്ട്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയാണ്. ഈ രണ്ട് രീതി ഓർത്ത് വെക്കുക. അക്കോർഡിംഗ്ലി നമുക്ക് യൂസ് ചെയ്യാം എന്നതേ ഉള്ളൂ. അതിപ്പം എൻജോൺ ഇന്നിറ്റിൽ വന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് വ്യത്യാസം അറിയാൻ പറ്റാത്തത്. ഇതിനകത്ത് നോക്കട്ടെ, അത് കൺസ്ട്രക്ടറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റഡ് ഓഫ് എൻജോൺ ഇന്നിറ്റ് കൺസ്ട്രക്ടറിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു വ്യത്യാസമുണ്ട്. നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. എൻജോൺ ഇന്നിറ്റിൽ ഓരോ തവണയും നമ്മുടെ ഡേറ്റ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് എൻജോൺ ഇന്നിറ്റ് വിളിക്കുമല്ലോ, അതുകൊണ്ടാണ് രണ്ടും ഇപ്പോൾ വാല്യൂ വരുന്നത്. ഏതോ ഒരു സിനാരിയോയിൽ ഇതിൽ ഒരെണ്ണം വാല്യൂ ചിലപ്പം വരാതെ വരും. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ടിവേറ്റഡ് route.params.subscribe. സ്നാപ്ഷോട്ട്സും നമുക്ക് എടുക്കാം, ബട്ട് പ്രിഫേർഡ് ഇതാണ്. അപ്പം ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ എൻകറേജ്മെൻറ്റ് കൂടെ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.